ഇന്ന് ഒരു ബ്രൈഡ് ആവാൻ പോകുകയാണ്. തെറ്റിദ്ധരിക്കണ്ട, ബ്രൈഡ് ആകുമ്പോ പക്ഷെ അത് തെറ്റിദ്ധരിക്കണ്ട, ഞങ്ങൾ റാമ്പ് വാക്ക് ഉണ്ട്. അമ്മ ഏതായാലും ഒരുക്കുകയാണ് ബ്രൈഡായിട്ട്. അതാണ് എന്റെ ഉദ്ദേശം. അമ്മ ഇതും ബ്രൈഡായിട്ട് ഒരുക്കുക. അപ്പൊ അമ്മ ആദ്യം കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഇരിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു ഒരുക്കം എല്ലാം കഴിഞ്ഞ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ്. അപ്പം ആദ്യം ഇപ്പം മുഖമൊക്കെ കഴുകി ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയിട്ടുണ്ട്. ഇനിയും മോയ്സ്ചറൈസർ ഇടുകയാണ്. റാംബോക്ക് എന്ന് പറഞ്ഞാല് എല്ലാ ബ്രൈഡ്സും ഉണ്ട്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. വേഷം എന്താണ്? ഹിന്ദു ബ്രൈഡ് സാരി, ഒരാള് മുണ്ടെന്നേരിയത്, ഞാൻ സാരി, ഒരാള് പുടവ മുണ്ടെന്നേരിയത്, ഒരാള് പഴയ ട്രഡീഷണൽ മറ്റേ ഈ മുലക്കച്ച കെട്ടിയത്, നിമ്മയിലേക്ക് തലയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് ബ്ലൗസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മുണ്ടെടുത്ത് അതിൻ്റെ പുറത്ത് നേരി തൊടുത്ത് അതിൻ്റെ പുറത്ത് മുണ്ടെടുത്ത് അത് ഒരാൾ. പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നെ സാരി, ഒരാൾ പഴയ കാലത്തെ ഈ എന്താ പറയുക കവണി അല്ല മുണ്ട് ഞൊറിഞ്ഞെടുക്കത്തില്ലേ, മുണ്ടും കവണിയും ഒക്കെ ഇട്ടെ അത്. പിന്നെ മുസ്ലിം ബ്രൈഡ് രണ്ടുപേരേ ഉള്ളൂ, ഒരാൾ സാരി, ഒരാൾ ലാച്ച. വേണ്ടിയിട്ടാണ് ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത്. അവരെയൊക്കെ ബ്യൂട്ടീഷ്യന്മാരൊക്കെയാണ് ഒരുക്കുന്നത് കേട്ടോ. എന്നെ ഒരുക്കുന്നത് നിഷ പ്രേം എന്ന ബ്യൂട്ടീഷ്യൻ. അതെ, ഞാൻ എന്ന ബ്യൂട്ടീഷ്യനാണ് അമ്മ ഒരുക്കുന്നത്. അമ്മയുടെ ഫേസ് കാശില്ലല്ലോ. ഓ, ഫ്രീ ആയിട്ട് അമ്മയ്ക്ക് ഒരുക്കണം. അല്ല, അവരും കാശ് മുടക്കിയതല്ല, ബ്യൂട്ടീഷ്യനാണ് ഒരു ബ്രൈഡ്, ഒരു ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കും. അമ്മയുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും മോയ്സ്ചറൈസർ എടുത്തത്. ഭയങ്കര ഡ്രൈ ഫേസാ. ഇവിടെ മീശ ഞാനത് ഷേവ് ചെയ്യാം. മീശ മാത്രം വേദനയുടെ അല്ല, എനിക്ക് ഇഷ്ടമല്ലത്. അതവിടെ ഇന്നോണ്ട് നമ്മളെ വൃത്തികേടായിരിക്കും, ഭയങ്കര വൃത്തികേടാ. ചെയ്ത് കഴിയുമ്പോ എനിക്ക് ഭയങ്കര പണ്ട് എപ്പോഴും ചെയ്തിട്ടുണ്ട് ആ വൃത്തികേട്. അല്ലല്ല, എനിക്ക് പിന്നെ അത് തിക്കായിട്ട് വീണ്ടും വളരോടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അത് ഷേവ് ചെയ്യാൻ സംഭവിക്കാത്തതുകൊണ്ട് അത് കുറച്ചുള്ള പെർഫെക്ഷനേ കിട്ടും കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ടിട്ട് നമ്മൾ ഇടുന്നത് പ്രൈമർ. ഇനി നമുക്ക് അടുത്തത് കൺസീലർ ഇടാം. ഓക്കെ, കണ്ണടയ്ക്ക് വെളുത്തിലടക്കേണ്ട, പതുക്കെ അടച്ചാൽ മതി. ഈ കണ്ണിന്റെ അടിയിലത്തെ കറുത്ത പാട് കവർ ചെയ്യാനാണ്. അമ്മ വർഷങ്ങൾക്ക് ശേഷമല്ലേ മേക്കപ്പ് ചെയ്യുന്നത്? അതെ, വർഷങ്ങൾക്ക് ശേഷം. ലാസ്റ്റ് മേക്കപ്പ് ചെയ്തത് നിന്റെ കല്യാണത്തിന്. അത് ബ്യൂട്ടീഷ്യൻ മേക്കപ്പ് പീസാണോ? പിന്നെ അനിലയാണല്ലോ ചെയ്തത്, അനിലയുടെ അസിസ്റ്റന്റ് ആണ്. എന്നാൽ ഇങ്ങനെ ഒരു കല്യാണ പെൺകുട്ടിയായിട്ട് അമ്മയുടെ കല്യാണത്തിന് ശേഷം അമ്മ മേക്കപ്പ് ചെയ്തിട്ടില്ലല്ലോ. എന്റെ സ്വന്തം കല്യാണത്തിന് അല്ല, അതിനുശേഷം അമ്മയുടെ കല്യാണത്തിന് ശേഷം അമ്മ ഒരു കല്യാണ പെൺകുട്ടിയായിട്ട് ഏതായാലും മേക്കപ്പ് ചെയ്തിട്ടില്ലല്ലോ. അതിങ്ങനെയാ കല്യാണ പെൺകുട്ടിയാകുന്നത്. ഞാൻ ആ പാടെ ഒന്നില്ലേ കെട്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ വീണ്ടും കല്യാണ പെൺകുട്ടിയായിട്ട് മേക്കപ്പ് ചെയ്തു. എന്നാലും അങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെവി മേക്കപ്പ് ചെയ്യുമല്ലോ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോ ഡാൻസിനൊക്കെ പോകുന്നോണ്ട് ഹെവി മേക്കപ്പ് അങ്ങനെ ചെയ്യുമല്ലോ. ഒരുപാട് ഹെവി ആയിട്ട് വേണ്ട കേട്ടോ, കല്യാണമല്ലേ. ഒരുപാട് ഹെവി ആണോ? എനിക്ക് ഹെവി മേക്കപ്പ് എനിക്ക് ചേരത്തില്ല. ഹെവി എന്ന് പറഞ്ഞാൽ വൈറ്റ് വാഷ് ചെയ്യുന്ന പോലല്ല ഈ മേക്കപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതൊക്കെ മാറ്റി സിമ്പിൾ മതി, എനിക്ക് ഒരുപാട് വേണ്ട. ഇന്ന് ഞാൻ അമ്മയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. ഞാൻ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും അത് എന്താ പ്രോഡക്റ്റ് എന്ന് ചോദിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. നെക്സ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. നമുക്ക് ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടുന്നുള്ളൂ. ലാസ്റ്റ് ചിരി വരും. ആദ്യം വലിയ ഭയഭക്തിയോടുകൂടി തൊഴുതും മറ്റേ ക്രിസ്ത്യൻ ബ്രൈഡ് കുരിശ് വരച്ചും മറ്റേരിങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞ് ലാസ്റ്റ് നല്ല രസമാണ്. കോളേജിൽ ഞാനിങ്ങനെ ഇതിനകത്ത് നോക്കട്ടെ, ഫ്ലവർ അറേഞ്ച്മെന്റ് അങ്ങനത്തെ ഡെക്കറേഷൻസ് അതിനൊക്കെയാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അല്ലാതെ ഡാൻസ് ഉണ്ടായിരുന്നു. ശരിയാ, ഞാൻ മറന്നുപോയത്. കോളേജിൽ മറന്നുപോയി. ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ
അത് ഡാൻസ് മാസ്റ്റർ തന്നെ മേക്കപ്പ് ചെയ്തായിരുന്നു. ഏതൊരു ഡാൻസ് ഓർമ്മ വരുന്നില്ല. ഫേസ് ഒന്ന് കോണ്ടൂർ ചെയ്യുകയാണ്. ഇവിടെ ഒന്ന് ഒതുക്കി വെക്കാൻ. ഇത് എൻ്റെ ഷെയ്ഡിനുള്ളതാണ്, അതുകൊണ്ട് അത് വലിയ എഫക്റ്റീവ് ആകുമോ എന്നറിയില്ല. ട്രൈ ചെയ്യാം. ഫേസ് ചെറുതായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഇനി അമ്മ സാരി ഉടുത്തിട്ട് വരട്ടെ. ഫ്രണ്ട് പ്ലീറ്റ് അയൺ ചെയ്തു. ഇനി ബാക്കിലത്തെ പ്ലീറ്റ്സ് ഒന്ന് നേരെ നിൽക്കുക, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. അയൺ ചെയ്ത് റെഡിയാക്കൽ ആണ്. ചമാലയല്ലേ ഇടുന്നത്? അല്ല, ഇത് മതി, ഇതിന്റെ മാച്ചിങ് മതി. ഇത് മതിയോ? ഓക്കെ. ഈ മാല ഞാൻ കാന്തി എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. ഇവിടെ ഒരു ഇങ്ങനെ ചപ്പി വെക്കല്ലോ കേട്ടോ, എനിക്ക് ചേർത്തില്ലത്. എനിക്ക് അവര് കുറെ നാളും വായിച്ചത്, ഞാൻ ഓൾറെഡി ഷോർട്സ് ചെയ്തിട്ടുള്ളതാ. ഇപ്പൊ നിങ്ങക്ക് കാണുമ്പോൾ ആഗ്രഹം വന്നാലോ, എന്ത് ഭംഗിയുണ്ടെന്നുള്ളത് മനസ്സിലാകും. അതെ അതെ. അമ്മയുടെ തലയിൽ ഞാൻ നടത്തിയ കലാകൊലപാതകം കണ്ടോ? മുടിയിൽ പൂവൊക്കെ വെച്ചത് ഇങ്ങനത്തെ. എൻ്റെ ഈ ടൈപ്പ് ക്ലിപ്പ് ഇതുണ്ടായിരുന്നു, ഇങ്ങനത്തെ യൂപ്പിനില് ഇതുള്ള കല്ലുള്ള, അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മുടി. ഫൈനൽ മേക്കപ്പ് കഴിഞ്ഞു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ കണ്ണാടി നോക്കട്ടെ. അമ്മ ഇനി സ്വന്തമായി കണ്ണാടിയിൽ നോക്കി അമ്മയെ തന്നെ എങ്ങനെയുണ്ട് അമ്മ നോക്കാൻ പോകുന്നേ ഉള്ളു കേട്ടോ. ഫൈനലായിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. നന്നായിട്ടില്ലേ? ഞാനാണോ ഇത്? ഇത് ഞാനാണോ? അതെ, കൊള്ളാവോ? കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? എന്ത് തോന്നുന്നു സ്വന്തമായിട്ട് ബ്രൈഡായിട്ട് കണ്ടിട്ട്? കൊള്ളാം. ഇങ്ങോട്ട് തിരിഞ്ഞേ, എങ്ങനെയുണ്ട്? കൊള്ളാം. ലിപ്സ്റ്റിക് ഇച്ചിരൂടെ വേണം തോന്നുന്നു. ഇച്ചിരൂടെ വേണോ? വേണ്ട, കറക്റ്റ് ആണ്. അമ്മ ബ്രൈഡായിട്ട് ഒരുക്കിയേക്കാണ്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും സന്തോഷമായോ? സന്തോഷമായോ? അതാ പറഞ്ഞു, ഒന്നും സ്വന്തമായിട്ട് ബ്രൈഡായിട്ട് സന്തോഷമായോ? പിന്നെ സ്വന്തമായിട്ട് ബ്രൈഡായിട്ട് കിട്ടാൻ വളരെ സന്തോഷം. ഈ പ്രായത്തിൽ, എക്സ്പെഷ്യലി ഈ പ്രായത്തിൽ ബ്രൈഡായിട്ട് കിട്ടാൻ പോകുന്നു. സുന്ദരിയായിട്ടില്ലേ? പിന്നെ ചിക്കുണ്ടാവില്ലേ, സുന്ദരിയാ. മുടിയൊക്കെ കാണിച്ചത്, ബാക്കൊക്കെ കാണിച്ച്. അമ്മ ബാക്ക് അമ്മയ്ക്ക് കാണാവോ? ഞാൻ ഫോട്ടോ എടുത്ത് കാണിക്കാം. എനിക്ക് കണ്ടുണ്ട്. നല്ല സുന്ദരിയായിട്ടില്ലേ? നന്നായിട്ടില്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയാട്ടോ സുന്ദരിയായിട്ടുണ്ടോ ഇല്ലയോ?